രേഷ്മ, ഇതുവരെ നമുക്ക് മുഖ്യമന്ത്രി ഇല്ല എന്നൊരു പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പൊ നിലവിലെ അവസ്ഥ? ശരണ്യ, ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രി ഉണ്ട്, മറ്റു മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാർക്ക് അവരുടേതായിട്ടുള്ള വകുപ്പുകളും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? നമ്മുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മളുടെ മന്ത്രിമാരെ പറ്റിയാണ്, അവരുടെ വകുപ്പുകളെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തുടക്കം നമ്മുടെ തലവനിൽ നിന്ന് തന്നെ ആയാലോ? ഇതാണ് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, VDS. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ തന്നെ വളരെയേറെ ചർച്ചകൾക്ക് വഴിവെട്ടിയ ഒന്നായിരുന്നു. അതുപോലെ തന്നെ ഒരു ആവേശക്കടലായിരുന്നു. VDS മന്ത്രിസഭ, അതായത് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് തുടങ്ങിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ നമുക്ക് നോക്കാം. ധനം, നിയമം, തുറമുഖം, പൊതുഭരണം, എയർപോർട്ട് ആൻഡ് മെട്രോ. ഇത്രയും വകുപ്പുകളാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ മണ്ഡലം പറവൂരാണ്. പറവൂരിൽ നിന്ന് 6ാം തവണ നിയമസഭയിൽ എത്തുകയാണ് അദ്ദേഹം. 16ാമത് കേരള നിയമസഭ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 16ാമത്തെ കേരള നിയമസഭയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് കയറിയിരിക്കുന്നത്. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ്. കഴിഞ്ഞ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ 5ാമത്തെ മുഖ്യമന്ത്രി. നമ്മൾ പറഞ്ഞതുപോലെ പറവൂരിൽ നിന്ന് 6ാം തവണ നിയമസഭയിൽ. നമുക്ക് രമേശ് ചെന്നിത്തലയെ പരിചയപ്പെടാം. വകുപ്പ് ഏതാണ്? ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ, കയർ വകുപ്പ് എന്നീ വകുപ്പുകളാണ് രമേശ് ചെന്നിത്തല വഹിക്കുന്നത്. രേഷ്മ, അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതായിരുന്നു? അദ്ദേഹത്തിന്റെ മണ്ഡലം ഹരിപ്പാടാണ്. ഹരിപ്പാട് നിന്നാണ് അദ്ദേഹം ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, മുമ്പ് 3 തവണ മന്ത്രിയായി, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. 2016, 2021. നമുക്ക് അടുത്ത മന്ത്രിയിലേക്ക് കടക്കാം. അടുത്ത മന്ത്രി AP അനിൽകുമാർ ആണ്. വകുപ്പ് റവന്യൂ ആണ്. മണ്ഡലം വണ്ടൂർ. AP അനിൽകുമാർ. നമുക്ക് എളുപ്പം ഓർത്തിരിക്കാൻ വല്ല വഴിയുണ്ടോ? അനിൽ എന്നുള്ള പേര് എന്താണ്? അനിലന്റെ മീനിങ് എന്താണ്? കാറ്റ് എന്നാണ് അർത്ഥം അല്ലെ? കാറ്റടിച്ചാൽ എന്തുണ്ടാവും? നാശനഷ്ടം ഉണ്ടാവും. ഓഫ് കോഴ്സ്, നാശനഷ്ടം ഉണ്ടാകുമ്പോൾ നമുക്ക് റവന്യൂവില് ഒരുപാട് നഷ്ടം ഉണ്ടാകും, സമ്പത്തിന്റെ കുറവുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് ട്രിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മന്ത്രിയാണ്. മന്ത്രിയുടെ വകുപ്പാണ് എന്ത്? മന്ത്രിയാണ് നമ്മുടെ AP അനിൽകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം വഹിക്കുന്ന വകുപ്പ് റവന്യൂ വകുപ്പ്. K മുരളീധരൻ, അദ്ദേഹത്തിന്റെ വകുപ്പാണ് ആരോഗ്യം, അതേപോലെ ദേവസ്വം. മണ്ഡലം വട്ടിയൂർക്കാവാണ്. നമുക്ക് കണക്ട് ചെയ്ത് എളുപ്പം പഠിക്കാം അല്ലേ? അതെ. അതിനെ പഠിക്കാൻ വേണ്ടി നമുക്ക് മണ്ഡലത്തിന്റെ പേരുണ്ട്, ആരോഗ്യം, ദേവസ്വം കറക്റ്റ് വകുപ്പുകളുമാണ്. കറക്റ്റ്. ഭഗവാനെ നല്ല ആരോഗ്യം തരണേ. എന്താണ് നല്ല ആരോഗ്യ വകുപ്പും അതേപോലെ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന മുരളി, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു മുരളീധരന്റെ വട്ടിയൂർക്കാവും അതേപോലെ ആരോഗ്യ വകുപ്പും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലെ? അതുപോലെ തന്നെ കാവ്, അമ്പലം, ഇതൊക്കെ ദേവസ്വമായിട്ട് റിലേറ്റഡ് ആണ്. ഭഗവാനെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ഭഗവാനെ ആരോഗ്യം തരണേ എന്നൊക്കെ പറയും. അപ്പൊ ആരോഗ്യം, ദേവസ്വം വകുപ്പുകളാണ്. അപ്പൊ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്തത് N ഷംസുദ്ദീൻ ആണ്. അദ്ദേഹത്തിന്റെ പൊതുവിദ്യാഭ്യാസവും ഹജ്ജ് വകുപ്പ് ഡീൽ ചെയ്യുന്നത് ആരാണ്? ഷംസുദ്ദീൻ ആണ്. മണ്ഡലം മണ്ണാർക്കാടാണ്. അടുത്തതായി PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥിന്റെ വകുപ്പ് ടൂറിസം, സാംസ്കാരികം, സിനിമ. മണ്ഡലം കുണ്ടറ. എളുപ്പം ഓർത്തിരിക്കാനുള്ള കോഡ് എന്താണ് രേഷ്മ? അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ, അദ്ദേഹം വളരെ നല്ലൊരു ഗായകനാണ്, ഒരു കലാകാരനാണ് അല്ലെ? അപ്പോ നാദം, ശബ്ദം. അതെ. വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസം, സിനിമ, സാംസ്കാരികം. അതെ. നമ്മള് ടൂർ പോകുമ്പോൾ പാട്ട് കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ സിനിമയിലെ പാട്ടുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ? അപ്പൊ നമ്മുടെ PC വിഷ്ണുനാഥ് നമ്മുടെ മന്ത്രിയെ ഓർത്തിരിക്കാനും നമുക്ക് പാടൊന്നുമില്ല. അതെ. അടുത്ത ആളിലേക്ക് കടക്കാം. അടുത്തതായി CP ജോൺ. ഗതാഗത വകുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് CP ജോൺ ആണ്. അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു വന്നത്. CP ജോൺ, CP ഹോൺ, ഗതാഗതം അല്ലെ? എന്താണ് ഓർത്തിരിക്കാൻ പറ്റുന്നത്? ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ് ഹോൺ അല്ലെ? അപ്പോൾ CP ജോൺ, CP ഹോൺ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെ? അല്ലെങ്കിൽ PP ജോൺ, PP ഹോൺ എന്നൊക്കെ ഓർത്തിരിക്കാം. ആ ഹോണുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് CP ജോണിനെ ഓർത്തിരിക്കാം. ഗതാഗത മന്ത്രിയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചു വന്നത്. അതെ, ഹോണൊക്കെ മുഴക്കി ഇനി നമുക്ക് KSRTC സൗജന്യ യാത്ര. അതെ. ഇനി നമുക്ക് സൗജന്യ യാത്ര പോകേണ്ടതാണ്. അടുത്ത മന്ത്രിയിലേക്ക് കടക്കാം. സണ്ണി ജോസഫ്. വകുപ്പ് വൈദ്യുതി. മണ്ഡലം പേരാവൂർ.
എങ്ങനെ ഓർത്തിരിക്കാം സണ്ണി ജോസഫിനെ? സണ്ണി ജോസഫ് അല്ലെ, സണ്ണ്, സൂര്യൻ. അതെ അതെ അതെ, ഊർജത്തിന്റെ സ്രോതസ്സാണ് അല്ലേ? അതെ അതെ. അപ്പൊ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യാ? സണ്ണി, സൺ, സൂര്യനിൽ നിന്നാണ് അല്ലെ, സൂര്യനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ വൈദ്യുതി മന്ത്രി ആരാണ്? സണ്ണി ജോസഫ്. വളരെ ട്രിക്കി ആയിട്ട്, വളരെ എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു കണക്ഷൻ അല്ലെ. എനിക്ക് തോന്നുന്നു വകുപ്പുകളും അങ്ങനെയൊക്കെയാ കൊടുത്തേക്കുന്നത്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, PSC ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രിമാരെ നമ്മളെ VD സതീശൻ ഇട്ടത് തന്നെ. അതെ അതെ. അടുത്തത് നോക്കാം. മോൻസ് ജോസഫ്, വകുപ്പ് ജലവിഭവം, അതേപോലെ ഭവന നിർമ്മാണം. മണ്ഡലം കടത്തുരുത്തിയാണ്. എങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പെട്ടെന്ന് ഈ മോൻസ് ജോസഫിനെ? അതെ, ജലവുമായി ബന്ധപ്പെട്ട, അതേപോലെ വീട് അല്ലേ, എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം? ഭവന നിർമ്മാണം, വീട്, ജലവിഭവം, ജലം വരുന്നുണ്ടല്ലോ. അതെ അതെ. ആളുടെ പേര് മോൻസ് ജോസഫ് അല്ലേ. അപ്പൊ പിള്ളേരൊക്കെ ജലത്തിലൊക്കെ ആവശ്യമില്ലാതെ കിടന്ന് കളിക്കും അല്ലേ. അപ്പൊ എന്ത് പറയാം? മോനെ ജലത്തില് കളിക്കേണ്ട, ജലത്തിൽ കളിക്കേണ്ട, വീട്ടിൽ കയറിപ്പോ എന്ന് പറയാം അല്ലേ. പിക്ചറും ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. ആരാ? മോൻസ് ജോസഫ് ജലമന്ത്രിയാണ്. അതേപോലെ എന്താ? ഭവന നിർമ്മാണവും അദ്ദേഹത്തിന്റെ വകുപ്പാണ്. അടുത്തതായിട്ട് PK കുഞ്ഞാലിക്കുട്ടി, വകുപ്പ് വ്യവസായം IT. PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പാണ് വ്യവസായം IT. മണ്ഡലം ഏതാണ് രേഷ്മ? മലപ്പുറം. എങ്ങനെ കണക്ട് ചെയ്യാം? നോക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്താണ് താല്പര്യം? ഫോണിനോട്, സ്ക്രീനിനോട്, IT മേഖലയോടൊക്കെയാണ് താല്പര്യം അല്ലെ. അപ്പൊ കുട്ടികൾക്ക് എന്താണ് താല്പര്യം? IT. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ ഫീൽഡ് ഏതാ? വകുപ്പ് ഏതാ? IT ഉണ്ട്. വ്യവസായം എങ്ങനെ കണക്ട് ചെയ്യാം? പിക്ചർ തന്നെ കണ്ടില്ലേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ചെറുകിട വ്യവസായങ്ങൾക്ക് ഒക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിദ്യാഭ്യാസമാണ്. കൃഷി, വ്യവസായത്തിന് എല്ലാം എന്ത് കൊടുക്കുന്നുണ്ട്? മുൻഗണന കൊടുക്കുന്നുണ്ട്. അപ്പൊ വ്യവസായം എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ IT ഫീൽഡും, കുഞ്ഞാലിക്കുട്ടി, IT ആൻഡ് വ്യവസായം, ഓർത്തിരിക്കുക. അടുത്ത മന്ത്രി OJ ജനീഷ്. ജനീഷിന്റെ വകുപ്പ് എന്താണ്? യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ. മണ്ഡലം കൊടുങ്ങല്ലൂരാണ്. OJ ജനീഷ്. എന്താണ് പ്രത്യേകത? OJ ജനീഷ് കായികമാണ് അല്ലെ. അപ്പൊ യുവത്വമാണ്, കായികമാണ്, പ്രായം കുറഞ്ഞ മന്ത്രിയാണ് നമ്മുടെ. നല്ല ഓജസ്സും തേജസ്സും വേണ്ടുന്ന വ്യക്തിയാണ് ആ ഒരു ഫീൽഡ് നോക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. OJ ജനീഷ്, ഓജസ് ആൻഡ് തേജസ്. അതെ, ഓജസ് ആൻഡ് തേജസ്. ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ, 2 കൺട്രീസിന്റെ സിനിമയ്ക്ക് അത് എന്റെ ഭാര്യയ്ക്ക് പഴയ പോലെ ഓജസ്സും തേജസ്സും ഉള്ളവളാക്കണം അല്ലേ. യുവജനങ്ങൾക്ക് നല്ല ഓജസ്സും തേജസ്സും ഉണ്ടെങ്കിൽ മാത്രമേ കായിക കാര്യങ്ങളിൽ നന്നായി പങ്കെടുക്കാൻ പറ്റൂ, കായികത്തിൽ നന്നായിട്ട് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ OJ ജനീഷ് കായിക മന്ത്രിയാണ്. അതേപോലെ യുവജനക്ഷേമമാണ്, രജിസ്ട്രേഷൻ ആണ്. മണ്ഡലം കൊടുങ്ങല്ലൂർ. മറക്കാതെ ഓർത്തിരിക്കുക. എനിക്ക് എന്റെ കുട്ടികളെ ഓജസ്സും തേജസ്സുമുള്ള കുട്ടികളായി കിട്ടണമെന്ന് ഓർത്തിരിക്കുക. ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ മന്ത്രിയെ കിട്ടും, വകുപ്പും കിട്ടും. അതെ. അടുത്ത മന്ത്രി ആരാണ്? റോജി M ജോൺ. വകുപ്പ് ഉന്നത വിദ്യാഭ്യാസം. മണ്ഡലം അങ്കമാലി. ബിന്ദു കൃഷ്ണ. വകുപ്പ് ഏതാണ് രേഷ്മ? വനിത, ശിശുക്ഷേമം, തൊഴിൽ, മൃഗസംരക്ഷണം. മണ്ഡലം കൊല്ലം. എങ്ങനെ ബിന്ദു കൃഷ്ണയെ പെട്ടെന്ന് ഓർത്തിരിക്കാം? ബിന്ദു അമ്മ അല്ലേ. ബിന്ദു അമ്മയ്ക്ക് ശിശുക്കളെ, മൃഗങ്ങളെ ഒരുപോലെ ഇഷ്ടമായിരുന്നു. എന്താ? ശിശുക്ഷേമമാണ് അമ്മ. വനിതാ ക്ഷേമമുണ്ട്, അതേപോലെ മൃഗങ്ങളുടെ ആ ഒരു ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു വകുപ്പാണ് ആർക്കുള്ളത്? ബിന്ദു കൃഷ്ണയ്ക്കുള്ളത്. പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതെ, വേണേ പറയാം. കുട്ടികളെയും പട്ടികളെയും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിന്ദു അമ്മയാണെന്ന് തമാശയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. M ലിജു. വകുപ്പ് എക്സൈസും സഹകരണവുമാണ് ലിജുവിനുള്ളത്. മണ്ഡലം കായംകുളമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സൈസ് വന്നിട്ടുണ്ടല്ലേ, സഹകരണം. അത് നമുക്ക് വേണമെങ്കിൽ ലിക്വറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം. M ലിജു എക്സൈസ് സഹകരണം എന്ന് ഓർത്ത് വെക്കാവുന്നതാണ്. അടുത്ത ആളിലേക്ക് കടന്നാലോ? KA തുളസി. വകുപ്പ് പട്ടിക വിഭാഗം പിന്നാക്ക ക്ഷേമമാണ്. മണ്ഡലം ഏതാണ് രേഷ്മ? കൊങ്ങാട്. തുളസി ടീച്ചറിന്റെ ഗുണിക പട്ടിക ക്ലാസ് അടിപൊളി. അതെ, തുളസി ടീച്ചറിന്റെ ഗുണനപ്പട്ടിക ക്ലാസ് അടിപൊളിയാണ് വായിക്കാൻ അല്ലേ. അതെ, തുളസി ടീച്ചറിന്റെ ഗുണനപ്പട്ടിക ക്ലാസ് അടിപൊളിയാണെന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളെ പട്ടിക വിഭാഗമാണ്, പിന്നാക്ക ക്ഷേമമാണ്. പൊതുവെ കുട്ടികളുടെ മാത്സിൽ എന്തായിരിക്കും? പിന്നാക്കം നിൽക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മുടെ പിന്നാക്ക ക്ഷേമത്തിനും പട്ടിക വിഭാഗത്തിനും ആരുണ്ട്? നമ്മുടെ KA തുളസി. എന്തൊരു കണക്ടിവിറ്റി ആണല്ലേ. അതെ. നെക്സ്റ്റ് ഷിബു ബേബി ജോൺ.
അതെ, ഷിബു ബേബി ജോണിന്റെ വകുപ്പ് എന്ന് പറയുന്നത് വനം നൈപുണ്യ വികസനമാണ്. മണ്ഡലം ചവറ. ചവറ. എങ്ങനെ കണക്ട് ചെയ്യാം ഷിബു ബേബി ജോണിനെ? ഫോറസ്റ്റ് ആണല്ലേ, വനം. അതെ. ആ, ഷിബു ബേബി ജോൺ അല്ലെ, ബേബിയുടെ പിറന്നാളിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയാലോ? എന്താ ബേബി അല്ലേ, ഷിബു ബേബി ജോണിന്റെ പിറന്നാളിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ. അപ്പൊ എന്താ, നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാം. ഫോറസ്റ്റ്, വനം, നൈപുണ്യ വികസനം, ആ ഒരു കാര്യങ്ങളുടെയൊക്കെ മേധാവി മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ ആണെന്ന് ഓർത്തിരിക്കുക. അത് കൊള്ളാം അല്ലേ. ബേബിയുടെ പിറന്നാളിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയാലോ? അടുത്ത മന്ത്രിയെ നോക്കാം. അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ്. വകുപ്പ് എന്ന് പറയുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ്. മണ്ഡലം പിറവം. അനൂപ് ജേക്കബ് നമുക്ക് അന്നമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. അതെ അതെ, അനൂപ് അന്നം തരുന്നത് എങ്ങനെയാ? സിവിൽ സപ്ലൈസ്, ആ ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. ആ ഒരു പേരിൽ നമുക്ക് ആ ഒരു ആളെ കണക്ട് ചെയ്യാം, അനൂപ് ജേക്കബിനെ കണക്ട് ചെയ്യാം. KM ഷാജി, അദ്ദേഹത്തിന്റെ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. മണ്ഡലം എന്ന് പറയുന്നത് വേങ്ങരയാണ്. എങ്ങനെ നമുക്ക് KM ഷാജിയെ ഓർത്തിരിക്കാം? എങ്ങനെ ഓർത്തിരിക്കാം നോക്കാം. എല്ലാ തദ്ദേശ സ്ഥലങ്ങളിലുമുള്ള ഒരു സാധാരണ പേരാണ് എന്തെന്ന് പറയുന്നത് രേഷ്മ? ഷാജിയേ. അതാ, എന്റെ പിള്ളേരെ തൊടുന്നോടാ. അതെ, ആ ഒരു ചോദ്യം ഓർത്താ മതി അല്ലേ. അതെ, തദ്ദേശ സ്വയംഭരണ ആ ഒരു വകുപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? KM ഷാജിയാണ്. PK ബഷീർ, വകുപ്പ് ഏതാണ്? പൊതുമരാമത്ത്. ഓക്കെ. മണ്ഡലം ഏറനാട്. പൊതുമരാമത്ത് വകുപ്പും ഉണ്ട്, ഏറനാടും ഉണ്ട്, മന്ത്രിയും ഉണ്ട്, PK ബഷീർ. ഇനി എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? എങ്ങനെ? ബഷീറിന്റെ ആടിനെ പൊതുസ്ഥലത്ത് മരത്തിൽ കെട്ടരുത്. ബഷീറായി അല്ലേ, പൊതുസ്ഥലം പൊതുമരാമത്തായി അല്ലേ. അതെ, പൊതുമരാമത്തുണ്ട്. നമ്മുടെ മണ്ഡലം ഏറനാടും ഉണ്ട്. അപ്പൊ നമ്മുടെ കണക്ടിങ് ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ബഷീറിന്റെ ആടിനെ പൊതുസ്ഥലത്ത് മരത്തിൽ കെട്ടരുത്. അടുത്തത് VE അബ്ദുൾ ഗഫൂർ. ഓക്കെ. വകുപ്പ് ഫിഷറീസ്. മണ്ഡലം കളമശ്ശേരിയാണ്. മന്ത്രിയുടെ പേര് ഒന്നുകൂടെ ഒന്ന് ഉറക്കെ വായിക്കുവോ? VE അബ്ദുൾ ഗഫൂർ. ദോസ്ത്. ഫിഷറീസ്. മീനുകൾ എവിടെയാ ഉള്ളത്? യെസ്, അതെ, കടാപ്പുറത്തിലേക്ക് പോവാം. ഗഫൂർ കാ ദോസ്ത് ഓർത്തിരിക്കുക, മീനുകളെ ഓർത്തിരിക്കുക. ഫിഷറീസ് വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? VE അബ്ദുൾ ഗഫൂർ. മറന്നു പോകരുതേ. T സിദ്ദിഖ്. വകുപ്പ് കൃഷിയാണ്. മണ്ഡലം കൽപ്പറ്റ. സിദ്ദിഖ് അല്ലെ, നമ്മുടെ നടനെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. ഇനി എങ്ങനെ കണക്ട് ചെയ്യാം? സോ സിമ്പിൾ. T സിദ്ദിഖ്. സന്ദേശം എന്ന സിനിമയിലെ സിദ്ദിഖിനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അവിടുത്തെ ഓഫീസറിന്റെ ജോലി എന്തായിരുന്നു? കൃഷി ഓഫീസർ ആയിരുന്നു. ആ ഓഫീസറും സിദ്ദിഖിനെ ഓർത്തിരിക്കുക. ഇവിടെ ഈ T സിദ്ദിഖുമായിട്ട് നമ്മുടെ തേയില ഒരു കൃഷിയാണ് അല്ലേ. ഇപ്പൊ T സിദ്ദിഖ് കൃഷി ഓർത്തിരിക്കുക. വളരെ ആലോചിച്ചാണ് ഈ ഒരു കണക്ഷനൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ കണക്റ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കിലൂടെ നമുക്ക് ഈ മന്ത്രിമാരുടെ വകുപ്പുകളെയും നമുക്ക് പഠിച്ചു വെക്കാം, ഓർത്തിരിക്കാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.